നടനാണ് പ്രഭാകർ. അത് 200 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, പടം സംവിധാനം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സകലകല വല്ലഭനായിരുന്നു മൂപ്പര്. നമ്മുടെ മലയാളത്തിലും വില്ലനായിട്ട് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ആ നടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1970 കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ പ്രഭാകരൻ്റെ ഒരു ഭയങ്കര സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയിൽ ഒരു ഭയങ്കര ഒരു തേരോട്ടം തന്നെയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തിരക്കുള്ള കുറേ നടിമാരെ കൂടെയൊക്കെ നല്ല റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 9 വർഷം ഇദ്ദേഹത്തിനൊരു വിവാഹം നടന്നു. ഇദ്ദേഹത്തിൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്ന ഒരു നടീനെ ഇദ്ദേഹം വിവാഹം കഴിച്ചത്. അത് ഒരു 9 കൊല്ലാണ്ട് നീണ്ടെന്നുള്ളൂ. അതോടുകൂടിയിട്ട് ആ വിവാഹബന്ധം അവർ വേർപ്പെടുത്തി. അത് കഴിഞ്ഞ് പിന്നെ മൂപ്പര് സിനിമയും അതിൻ്റേതായുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് 48-ാം വയസ്സിലാണ് നമ്മുടെ ബേബി അഞ്ജുവിനെ പ്രഭാകർ കല്യാണം കഴിച്ചത്. അന്ന് ബേബി അഞ്ജുവിന് ശരിക്കും പറഞ്ഞാൽ 17 വയസ്സാണ്. ഈ വിവാഹം എല്ലാവരും ഞെട്ടിയിരിക്കുന്ന ഒരു വിവാഹം. ബേബി അഞ്ജുവിന് എന്ത് പറ്റി ഈ പ്രഭാകരനെ കല്യാണം കഴിക്കാനെന്നുള്ളത്. അതിനു മുമ്പ് മൂപ്പര് രാജമല എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് അതിലൊരു മകനും ഉണ്ട്. ആ വിവാഹബന്ധം വേർപ്പെടുത്തിയതിന് ശേഷമാണ് 48-ാം വയസ്സിലാണ് ബേബി അഞ്ജുവിനെ കല്യാണം കഴിച്ചത്. ഇത് എന്തെങ്കിലും കൂടോത്രമാണോ അത് വേറെ എന്തെങ്കിലും ആണോ? ബേബി അഞ്ജു എന്ത് കണ്ടിട്ടാണ് ഈ കല്യാണം കഴിച്ചതെന്ന് ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. നമ്മുടെ മലയാളികളൊക്കെ ഞെട്ടിയൊരു സംഭവമാണ് അത്. അങ്ങനെ പക്ഷേ ആ വിവാഹബന്ധം അധികം നിലനിന്നില്ല. 1 വർഷം മാത്രമാണ് ആ വിവാഹബന്ധം നിലനിന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് എന്തുണ്ടാ വെച്ചാൽ ഇത് വിവാഹബന്ധം വേർപ്പെടുത്തിയോട് കൂടിയിട്ട് മൂപ്പർക്ക് കിഡ്നിയുടെ അസുഖം വന്നു. അങ്ങനെ കിഡ്നിയുടെ അസുഖം വന്ന് അത് ചികിത്സിച്ചു. അങ്ങനെ കുറേ ചികിത്സകളൊക്കെ ചെയ്തു. അങ്ങനെ കിഡ്നി മാറ്റി വെച്ചു. ഒന്നും രക്ഷയുണ്ടായില്ല. 2001 മാർച്ച് 25 കിഡ്നി രോഗം വന്ന് തന്നെ പ്രഭാകരൻ മരിച്ചു. മലയാളത്തിലെ മമ്മൂട്ടിയുടെ കൂടെ ധ്രുവം, അതുപോലെ മാഫിയ, ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്യാനായിട്ട് ഗംഭീര നടനാണ്. ഒന്ന് നോക്കിയാൽ മതി, ആ നോട്ടത്തിൽ വരെ എൻ്റെ വില്ലൻ അത്രയും ഗംഭീര നടനാണ്. അങ്ങനെ ഒരു ജീവിതത്തിൽ നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രയാണത്. ആ യാത്രയിൽ നമ്മൾ ഓരോരുത്തരെ കണ്ടുമുട്ടുന്നു, കല്യാണം കഴിക്കുന്നു. അങ്ങനെ അതിൽ ചിലപ്പോൾ കുട്ടികളുണ്ടാവണം. അതുപോലെ അതൊരു യാത്രയാണ്. ആ യാത്രയിൽ ഇപ്പോൾ പ്രഭാകരന് പറയാനായിട്ട് ഇപ്പോൾ ഒരു മകനുണ്ട് ആദ്യത്തെ കല്യാണത്തിൽ. അപ്പോൾ നടനാണ്. അപ്പോൾ പ്രഭാകരൻ്റെ പേരിൽ തന്നെയാണ് മൂപ്പർ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു വലിയൊരു വില്ലൻ്റെ ആദ്യം അവസാനം ഉണ്ടായത്. നമുക്ക് ഈ നടനെ അഞ്ജുവിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത് 16 വയസ്സും 60 വയസ്സും. പിന്നെ കാറ്റത്തെ കിളിക്കൂട് ആദ്യ ചിത്രം. ആ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ കുഞ്ഞു മകളായിട്ടാണ് അഞ്ജു അഭിനയിച്ചത്. അതേപോലെ തന്നെ അഞ്ജു താഴ്വാരത്തിൽ മോഹൻലാലിൻ്റെ നായികയായി. അതൊരു പഴങ്കഥ. പിന്നെ 13-ാം വയസ്സിൽ സ്റ്റേറ്റ് അവാർഡ് മേടിച്ച നടീന്. അതും ചെറിയ ഒരു കുട്ടിയായിരിക്കുമ്പോൾ അഭിനയിച്ചാണ്. 12 വയസ്സിൽ അഭിനയിച്ച പടത്തിനാണ് അത് അവാർഡ് കിട്ടിയത്. പിന്നെ മാമാട്ടുകുട്ടിയമ്മയായിട്ട് ആ റോൾ ആദ്യം വന്നത് അഞ്ജുവിനാണ്. പക്ഷേ തെലുങ്കിലെ തിരക്ക് കാരണം നടന്നില്ല. പകരക്കാരിയായി വന്നാണ് ബേബി ശാലിനി. പക്ഷേ എന്ത് ചെയ്യുക, അതോടുകൂടി മലയാളികൾ അഞ്ജുവിനെ മറന്നു എന്ന് പറയാം. കിഴക്കൻ പത്രോസ്, നീലഗിരി, കൗരവർ, പണ്ടൊരു രാജകുമാരി, ഊട്ടിപ്പട്ടണം, കൗരവർ, ഏഴരപ്പൊന്നാന, തലമുറ, മിന്നാരം, വാരബലം, കടൽ, ക്യാബിനറ്റ്, അങ്ങനെ ഒത്തിരി പടങ്ങളിൽ അഭിനയിച്ച നടിയാണ്. അത് പ്രഭാകരനെ കല്യാണം കഴിച്ചോട് കൂടിയിട്ടാണ് കഷ്ടകാലം തുടങ്ങിയത്. അതുപോലെ തന്നെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും രോഗങ്ങളൊക്കെ ആയതോട് കൂടിയിട്ട് ഓവർ തടിയായി. പിന്നെ കുറേ മിനി സ്ക്രീനിൽ കുറേ സീരിയലിലൊക്കെ അഭിനയിച്ചു, കുറേ ആങ്കറായിട്ട് വന്നു. എന്നിരുന്നാലും ഒരു മകനുണ്ട്, അർജുൻ എന്ന് പറഞ്ഞിട്ടൊരു മകനുണ്ട്. അതന്നെ ഈ ജീവിതത്തിൽ ബാക്കിയുള്ളത് ആ മകൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ പഴയ പല നടികളെയും നമ്മൾ മറക്കാൻ പാടില്ല. അവരൊക്കെ നമ്മുടെ മനസ്സിൽ ചേക്കേറിയവരാണ്. അവരെ നമ്മൾ എപ്പോഴും ഓർമ്മിക്കുന്നത് നല്ലതാണ്.